അങ്ങനെ നമ്മൾ 2025 ഇവിടെ തീരാൻ പോവാന്നല്ലേ. അങ്ങനെ 2025 ക്രിസ്മസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി ക്രിസ്മസ് അവസാനിച്ച് കുറച്ച് നാളുകൾ ഓരോ വീട്ടിലും കാണപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ പ്ലം കേക്ക്. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ നമ്മളെ ചായക്കടി ഈ പ്ലം കേക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ കുറച്ച് വിരുന്നുകാരും കൂടി ഉണ്ടായിരുന്നു. പൊന്നൂസ് അവരെ വിഷമിപ്പിച്ചിട്ടില്ല, അവർക്ക് ഓരോ കഷ്ണം വീതം ഓള് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഒന്ന് പറമ്പത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കാണുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കേശവർദ്ധിനി എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ. നമ്മളെ ഹെയർ ഓയിലിനെല്ലാം മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇത്. അപ്പോൾ കുറച്ച് പേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായി കേട്ടോ ഈ ഒരു സംഭവം വേടി കിട്ടാനില്ലാന്ന്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. വൈകുന്നേരം ഏകദേശം ഒരു 4:30-5 മണി ആകാനാകുമ്പോഴത്തേക്ക് മഞ്ഞ് വീണ് തുടങ്ങുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഉണങ്ങിയ തുണിയെല്ലാം പെട്ടെന്ന് തന്നെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഉണങ്ങിയതും കൂടി നല്ലോണം നനയുന്നതായിരിക്കും. അങ്ങനെ തുണിയെല്ലാം മടക്കി വെച്ചതിന് ശേഷം അമ്മയും പൊന്നൂസും വെള്ളം നനക്കുന്നത് കണ്ടു കേട്ടോ. അപ്പം ഞാനത് ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അമ്മ ഇപ്പം നട്ട പച്ചക്കറികളാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറികൾക്കെല്ലാം അമ്മ തന്നെ വെള്ളം നനച്ചിട്ടില്ലെങ്കിൽ അമ്മക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇതെല്ലാം അമ്മ നട്ട് വളർത്തിയതാണ്. പച്ചമുളകെല്ലാം നല്ലപോലെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പുതിയ കുറച്ച് അതിഥികൾ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ കുറച്ച് മീനെല്ലാം വാങ്ങി കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. ഏത് മീനാന്നൊന്നും ചോദിക്കറട്ടോ, അതൊന്നും എനിക്കറിയില്ല. ഇന്ന് നമ്മളെ പൂച്ചെടികൾക്കെല്ലാം വെള്ളം നനച്ചത് പൊന്നൂസാണ് കേട്ടോ. അപ്പോൾ കുറേ നമ്മളെ പൂക്കളെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണോ. 2 ദിവസം മാത്രമേ ഷാമ്പൂ ഇട്ട് ഷൈൻ ചെയ്യാൻ എനിക്ക് പറ്റലുള്ളൂ കേട്ടാ. 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇത് അമ്മ ഇതുപോലെ നല്ല പോലെ വെളിച്ചെണ്ണ തലയിൽ തേച്ച് തരൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഓവറായിട്ട് വെളിച്ചെണ്ണ തേക്കുന്നതൊന്നും അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ഷാമ്പൂ എല്ലാം ഇട്ട് ഇങ്ങനെ ഷൈൻ ചെയ്ത് നടക്കാനാണ് ഇഷ്ടം. പക്ഷെ അമ്മക്കത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. എങ്ങനെയായാലും അമ്മ എൻ്റെ മുടിയിൽ നല്ല പോലെ വെളിച്ചെണ്ണ തേച്ച് തരും കേട്ടോ. എല്ലാ ദിവസവും നമ്മളെ വീട്ടിൽ വിളക്കും കിണ്ടിയെല്ലാം തേച്ച് കഴുകലുണ്ടായിരുന്നു കേട്ടോ. ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ഇതാ 3 ദിവസമായി വിളക്കെല്ലാം തേച്ച് കഴുകിയിട്ട്. അപ്പോൾ ഇന്ന് നല്ല വൃത്തിക്ക് തേച്ച് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ മറ്റേ പൊടി ഇട്ടിട്ടാണ് തേച്ച് കഴുകി എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ആ വിളക്ക് തേച്ച് കഴുകുന്ന ആ പൊടി യൂസ് ചെയ്യലില്ലേനു കേട്ടോ. പക്ഷെ നമ്മളൊരു ഫോളോവർ ആണെന്ന് പറഞ്ഞത് അത് യൂസ് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവുന്നു. ഇപ്പം അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വിളക്കെല്ലാം തേച്ച് കഴുകല്. അപ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.